അയ്യോ, രണ്ടെണ്ണവോ? ഒരെണ്ണം മതിന്നല്ലേ കൊച്ചെ നീ പറഞ്ഞേ? റീത്താൻഡി അത് ഒരെണ്ണം പറിച്ചപ്പോ ഒരെണ്ണം കൂടി ഇങ്ങ് പോന്നേ ഉള്ളൂ. കൊച്ചിന് ഒഴിച്ചില്ലാന്നല്ലേ പറഞ്ഞത്? ഇതിപ്പോ ഒരെണ്ണം തന്നെ ധാരാളം. എൻ്റെ നീതു, ഈ റീത്താൻറ്റിയുടെ പറമ്പിൽ നിന്ന് ഒരു ജാതി തന്നെ കിട്ടുന്നത് മുജ്ജന്മ സുഹൃതം കൊണ്ടാ. റീത്താമ്മയ്ക്ക് 3-4 മക്കളുണ്ട്. ഒറ്റ എണ്ണം തിരിഞ്ഞു കയറാത്തതിൻ്റെ കാരണം എന്നാന്ന് മനസ്സിലായോ? അതൊന്നും അല്ല. അവരിവിടെ വരുന്നതിനൊക്കെ ചിലവുണ്ട്. എന്തിനാ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ചിലവുണ്ടാക്കുന്നേ? അവരുടെ പൈസയൊന്നും കളയേണ്ട കാര്യമൊന്നുമില്ല. പിള്ളേരിപ്പോൾ ഓടിപ്പടച്ച് വന്നിട്ട് എന്നാത്തിനാ ഈ നാട്ടുകാരുടെ കുറ്റവും കുറവും കേൾക്കാനായിട്ട്? മോളെ നീതു, നീ ഒരു ജാതിക്ക കൊച്ചിന് വേണ്ടി അങ്ങ് എടുത്തോ. ഒരെണ്ണം ഞാൻ എടുത്തോളാം. രാത്രിത്തേക്ക് ചമ്മന്തി അരയ്ക്കാലോ. വാ, നമുക്ക് പോവാം. ഈ ചമ്മന്തിയുടെ കാരണം മരുമക്കളൊന്നും ഇവിടെ നിൽക്കുവല്ലാത്ത. എൻ്റെ അമ്മച്ചി നമ്മൾ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന, അല്ലാതെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്ന തൊഴിലല്ലത്. എന്നാൽ ഈ 300 രൂപയ്ക്ക് ഇച്ചിരി കൂടുതലല്ലേ മോനെ? എന്നാൽ പിന്നെ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തുതരാം. മോനെ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ പിന്നെ ആഗ്രഹിച്ച സ്ഥിതിക്ക്. ഇതൊക്കെ വളർന്നു പിടിച്ചാൽ പിന്നെ വെട്ടുകാരന് അടുത്ത പൈസ ഞാൻ കൊടുക്കണം. റീത്താമ്മച്ചി എന്നാ പണിയാ കാണിച്ചേ? എടാ മോനെ, ആ പന അങ്ങ് വലുതായ പിന്നെ അടുത്ത വെട്ടുകാരെ ഞാൻ നോക്കണം. ഹാ, അതല്ലെന്നേ, ഇപ്പൊ ഒരു പുല്ലുവെട്ടുകാരനെ കിട്ടാൻ എന്നാ പാടാൻ അറിയാം അമ്മച്ചിക്ക്. എന്റെ അലക്സേ, ഇവിടെ മണിക്കൂറും 300 എന്നൊക്കെ പറഞ്ഞ പാവങ്ങൾക്കും പുല്ല് വെട്ടണ്ടേ ഇവിടെയൊക്കെ? എൻ്റെ പൊന്നു റീത്താമ്മച്ചി, ഈ മുടിഞ്ഞ വിശുക്കൊന്ന് നിർത്ത്. മക്കള് വിദേശത്ത് അവിടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, പിന്നെ സർക്കാരിന്റെ വക പെൻഷനും. അതും പറ, ചുമ്മാ അങ്ങ് പൈസ അങ്ങ് എറിയാൻ പറ്റുമോ? പിള്ളേർക്ക് അവരോട് ആവശ്യമുണ്ട്. ഇവിടെ തള്ള പുല്ല് പറിക്കുവാന്നും പറഞ്ഞു പൈസ ഇടാൻ പറ്റുമോ? എന്നെ അമ്മച്ചി എന്നാ കുറെ കീടനാശിനി എടുത്ത് അങ്ങോട്ട് അടിക്ക്. ഞാനോ? അല്ലെന്ന്, പുല്ലിന്. അയ്യോ, പ്രകൃതിസ്നേഹിയായ ഒരു റിട്ടയർഡ് കൃഷി ഓഫീസറോട് ഇങ്ങനെയൊക്കെ പറയാവോ അലക്സേ? ഈ കീടനാശിനി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചെലവല്ലേ? ഒരു വെട്ടുകാരനും വേണ്ട, കീടനാശിനിയും വേണ്ട. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. പാവം, അവന് കാര്യം മനസ്സിലായി. ഹലോ, മാത്തുക്കുട്ടിയല്ലേ? മാത്തുക്കുട്ടി, നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു പാവപ്പെട്ട സ്ത്രീ എങ്കിൽ ഉള്ള പുല്ലും ചപ്പും ചവറും എല്ലാം കയറി വീടൊക്കെ അങ്ങ് ആകെ വൃത്തികേടായി കിടക്കുക. മാത്തുക്കുട്ടിയുടെ ആ പുല്ലുവെട്ടി ഒന്ന് തരുമായിരുന്നെങ്കിലേ വലിയ ഉപകാരമായേനെ. വേണ്ട, അവിടെ കൊണ്ട് കൊടുക്കണ്ട, എനിക്ക് തന്നേരം. അവരോട് ഞാൻ ഇവിടെ വന്ന് എടുത്തോണ്ട് പോക്കോളാം പറഞ്ഞോളാം. ഓ, ദൈവം അനുഗ്രഹിക്കട്ടെ. സുന്ദര, എവിടുത്തെ ഈ ശബ്ദം കേൾക്കുന്നേ? അത് റീത്താമ്മ എങ്ങാണ്ട് വന്നൊരു പുല്ലുവെട്ടി സംഘടിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒച്ചയാ കേൾക്കുന്നത്. ചേച്ചി, ഒരു ചക്ക വീണ ശബ്ദം. റീത്താമ്മയുടെ പറമ്പിൽ നിന്നായിരിക്കും അല്ലേ? അതിന് റീത്താമ്മയുടെ പറമ്പ് ചക്കയില്ലല്ലോ. എന്നാ റീത്താമ്മയായിരിക്കും. ഓ, ഒരു ദിവസം കിടന്നപ്പോ എന്നാ ബില്ലായി വന്നേ. റീത്താമ്മച്ചിയെ, കണക്കൊക്കെ കറക്റ്റ് അല്ലേ? എൻ്റെ റീത്താമ്മച്ചി, ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട്. ആ ചെറുക്കൻ വന്നാൽ പണി മുഴുവൻ ചെയ്തിട്ട് പോകാൻ ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ആശുപത്രിയിലും കിടന്ന് നാട്ടുകാരെ അറിയിച്ച്. അതിപ്പോൾ ഒന്ന് കുനിഞ്ഞ് നിവർന്നപ്പോഴേക്കും അങ്ങ് ഏതാണ്ട് തലകറക്കം പോലെ ആയിപ്പോയി. ഇപ്പം ആശുപത്രി ചെന്നപ്പോൾ ഉള്ളാത്ത ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ട്. ഇനി അതൊക്കെ കൃത്യമായിട്ട് നോക്കണം, ചുമ്മാ പിള്ളേരുടെ പൈസ കളയാനായിട്ട്. അതാ പറയുന്നത്, പൈസ പിശിക്കുക മാത്രം പോരാ, അത് സൂക്ഷിച്ചും കണ്ടും ചിലവഴിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളോട് നമ്മൾ ചെയ്തു വെക്കണം. എന്ത് കാര്യം? നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമായിരുന്നെങ്കിൽ ഇത്രയും പൈസ ആശുപത്രി ചിലവാകുമായിരുന്നു. അതിപ്പോൾ മാസാമാസം ഒരു തുക ഇപ്പം അങ്ങ് അടയ്ക്കണ്ടേ? എന്തിന്? മാസം 400-500 രൂപ മുടക്കാനാണോ പാട്? നമ്മുടെ ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിൽ പോയാൽ 1 കോടി രൂപ വരെയുള്ള കവറേജുകൾ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഇപ്പം തന്നെ എനിക്ക് ഷുഗറും പ്രഷറും ഉണ്ടല്ലോ, അപ്പം എനിക്ക് ഇനി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമോ? പിന്നെ BP, തൈറോയിഡ്, ഡയബറ്റിക്, ആസ്മ പോലെയുള്ള അസുഖങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കുന്ന ദിവസം തന്നെ നമുക്ക് കവറേജ് കിട്ടുന്ന പലതരം പ്ലാനുകളുണ്ട്. പിന്നെ നമുക്കിവിടെ ആണെങ്കിൽ ഇന്ത്യയിലെ ടോപ്പ് ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകളും കിട്ടും. 25% വരെ ഡിസ്കൗണ്ടും ലഭിക്കും. എന്നാൽ പിന്നെ ഞാൻ മക്കളോട് പറയാം,
അവർക്ക് പുറത്തുനിന്നാണല്ലോ അങ്ങ് എടുക്കാമല്ലോ. പിന്നെ പ്രവാസികൾക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ പുറത്തുനിന്ന് എടുക്കുന്നതിനേക്കാൾ 35% വരെ ചിലവ് കുറച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ കിട്ടാനൊക്കെ ആയിട്ട് ഈ വയ്യാത്ത ഞാൻ തന്നെ ഇതിൻ്റെ പുറകെ ഓടി നടക്കണ്ടേ? അതൊന്നും വേണ്ട. ക്ലെയിം സപ്പോർട്ടൊക്കെ അവരെ വിളിച്ച് പറഞ്ഞാൽ 30 മിനിറ്റിനുള്ളിൽ കിട്ടും. എന്നാൽ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? മക്കളോട് പറഞ്ഞിട്ട് നല്ലൊരു ഇൻഷുറൻസ് നോക്കി അങ്ങ് എടുക്കേ. ഈ മാസം 400-500 എന്നൊക്കെ പറയുമ്പോൾ ചിലവല്ലേ പിള്ളേർക്ക്. എന്നാ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാല്ലേടി? പോവാണോ? ആ റീത്തമ്മ എവിടെ നിൽക്കുവാണോ? മക്കളൊക്കെ വന്നിട്ടുണ്ട്. ആഹാ, വണ്ടിയുടെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. സർപ്രൈസ് ആണോ? നേരിട്ടല്ല, വീഡിയോ കോളില്. അല്ലേലും എനിക്കറിയാം ഞാൻ എല്ലാവരുടെയും മുമ്പിൽ ഒരു കൗതുക വസ്തു പിശുക്കും ഒക്കെയാന്ന് പറഞ്ഞ് എല്ലാവരും കളിയാക്കുകയൊക്കെ ചെയ്യും. പിള്ളേർക്കാണെങ്കിലും എന്നെ വേണ്ട. പണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ജീവിച്ചേ. ഞാൻ കാരണം എൻ്റെ പിള്ളേർക്കൊരു കഷ്ടപ്പെടുത്തൽ വരുത്തണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. അയ്യോ റീത്താൻറ്റി, ആൻറ്റിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞങ്ങൾക്കും ഇതൊക്കെ കാണുമ്പോൾ നല്ല വിഷമമുണ്ട്. എന്നെ ചെയ്യാനായിട്ട് ഇതൊക്കെ എൻ്റെ വിധിയാണ്. പിള്ളേർ വേറെ സ്ഥലത്ത്, ഞാനിവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് എൻ്റെ പിശുക്കുമായിട്ട്. എൻ്റെ റീത്താമ്മച്ചി ഇങ്ങനെ വിഷമിക്കരുത്. എപ്പോഴും ഞങ്ങൾക്ക് റീത്താമ്മച്ചിയെ ശ്രദ്ധിക്കാൻ പറ്റുന്ന വരില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഒരു CCTV വെക്ക്. അതാവുമ്പോൾ മക്കൾക്കൊക്കെ എപ്പോഴും കാണാമല്ലോ. എനിക്ക് എന്നാത്തിനാ CCTV? എന്നെ നോക്കാത്ത പിള്ളേർ അവിടെ ഇരുന്ന് എന്നെ കണ്ടിട്ടെന്തിനാ? നിങ്ങൾ എന്തായാലും എന്നെ നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ട്, എനിക്കത് മതി. ഇപ്പോഴെങ്കിലും റീതാമ്മയ്ക്ക് ഞങ്ങളെ മനസ്സിലായല്ലോ, അത് മതി. അത് മാത്രമല്ല, ഈ CCTV ഒക്കെ വെക്കുമ്പോൾ എന്നാ ചിലവാ. അതൊക്കെ അധിക ചിലവാന്നേ. വെറുതെ എൻ്റെ പിള്ളേരെ ബുദ്ധിമുട്ടിക്കണോ? ഈ തള്ളയൊന്നും ഒരു കാലത്തും നന്നാകുകയല്ല. ഇവർക്ക് എന്നെ മനസ്സിലായെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഞാൻ പറയുന്നൊന്നും ഇവർക്ക് മനസ്സിലാവുന്നുമില്ല. ഇതെന്നതാ? ഹലോ, ഞാൻ എൻ്റെ വീഡിയോയുടെ ഇടയിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളിൽ കമ്പയർ ചെയ്തുകൊണ്ട് 25% വരെ ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാനായിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സും കൊടുത്തിട്ടുള്ള ലിങ്ക് വഴിയോ അല്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി കേട്ടോ. എന്താ ഞാൻ പറയണ്ടേ? ഇപ്പോൾ ഇവിടെ വന്നിട്ട് എന്തോ കിട്ടാൻ ചെയ്ത് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. മതി. എന്നാ പിന്നെ ഹാ, അതല്ലെന്നേ, ഈ കാലഘട്ടത്തിലൊരു എനിക്കറിയത്തില്ല. അവള് പുലിവെട്ടുകാരനെ കിട്ടാൻ എന്നാ പാടാന്നറിയോ ഇപ്പം? നിക്ക്, അതുവരെ കിട്ടിയില്ലേ? പുല്ലിന് പ്രകൃതി സ്നേഹി എന്നോട് പറഞ്ഞു തരാതെ. അതാ പറയുന്നത്. കട്ടാക്കിയാണോ ലഭിക്കും 25%. അയ്യോ എനിക്ക് വയ്യ, ഞാനിത് ഒത്തിരി പിറകുമെന്ന് ഞാൻ പറഞ്ഞത്. നോക്കിയപ്പോൾ അവർക്ക് പ്രഷർ ഷുഗറൊക്കെ എനിക്ക് ഉണ്ടല്ലോ. തെറ്റി, ഒന്ന് ഡിലീറ്റ്. വിഷമമുണ്ട് എൻ്റെ റീത്താം ഇല്ല, അതെൻ്റെ പ്രശ്നം, എൻ്റെ ഇഷ്യൂ.